ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ലാസ്റ്റ് ചാൻസ് ആവാൻ സാധ്യതയുണ്ട് ഈ റമദാൻ. അതുകൊണ്ട് ഈ റമദാൻ ജീവിതത്തിന്റെ മുഴുമേഖലയിലും വന്നുപോയ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമാകണം. അല്ലാഹുവേ, അങ്ങനെ ആക്കിത്തരണേ റബ്ബേ. ഈ റമദാനെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ആ റമദാന്റെ തുടക്കത്തിൽ തന്നെ റമദാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് കരുതിയത്. അപ്പൊ പരിശുദ്ധമായ റമദാൻ അല്ലാഹു ഗുണകരമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നിസ്കാരം നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്, എന്നാലോ സക്കാത്ത് നമ്മളെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല സക്കാത്ത് വാങ്ങാൻ കൽപ്പിച്ച ആയത്ത് ഇങ്ങനെയാണ്: ഖുദ് മിൻ അംവാലിഹിം സദഖ. ഹബീബായി നബിയെ, ആളുകളുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് വാങ്ങണം നബിയെ. തുതഹിറുഹും, ആ സക്കാത്ത് അവരെ ശുദ്ധീകരിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്. വതുസക്കീഹിം ബിഹാ, ആ സക്കാത്ത് അങ്ങ് വാങ്ങുന്നത് മുഖേന അവരെ ശുദ്ധീകരിക്കുന്നുണ്ട് നബിയെ. വതുസക്കീഹിം ബിഹാ, അങ്ങവരെ തസ്കിയത്ത് ചെയ്യുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. തസ്കിയത്ത് കിട്ടിയവനാ വിജയിക്കുന്നത്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സക്കാത്ത് ഒരാളെ ശുദ്ധീകരിക്കുന്നുണ്ട്. എങ്ങനെയാ ശുദ്ധീകരിക്കുന്നത്? കേൾക്കൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഖാല, എന്നിട്ട് അയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അറഅയ്ത ഇന്നദ്ദ റജുലു സകാത മാലി. ഹബീബായ നബി, ഒരാൾ സമ്പത്തിന്റെ സകാത്ത് കൊടുത്താൽ എന്താ നബിയെ സംഭവിക്കുന്നത്? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ അദ്ദാ സകാത മാലിഹി, ഒരാൾ സമ്പത്തിന്റെ സകാത്ത് കൊടുത്താൽ ഫഖദ് ദഹബ അൻഹു ശർറു, ആ സ്വത്തിലുള്ള എല്ലാ ഷർറുകളും നീങ്ങിപ്പോകും എന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതായത് സമ്പത്താണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച പ്രകൃതം എന്താ? ഭക്ഷണം കഴിക്കണം, എന്നാലേ ജീവിക്കാൻ കഴിയൂ. ആത്മാവ് ശരീരത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു. ഈ ശരീരത്തിന് അന്നപാനീയങ്ങൾ നൽകിയാലേ ശരീരത്തിന് ജീവിക്കാൻ കഴിയും, നിലനിൽക്കാൻ കഴിയും. അപ്പോഴേ ആത്മാവിനത് പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് അല്ലാഹു സൃഷ്ടിച്ച പ്രകൃതം. ഈ അന്നപാനീയം നമ്മളെ കരഗതമാക്കേണ്ടതോ നമ്മുടെ സമ്പത്തിലൂടെയാണ്. സമ്പത്തുണ്ടാക്കേണ്ടതോ അധ്വാനത്തിലൂടെയാണ്. ഖുർആനി കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനാണ് അല്ലാഹു. ഫംശൂ ഫീ മനാകിബിഹാ, നിങ്ങൾ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തോളൂ. വകുലൂ മിൻ റിസ്ഖി, അധ്വാനിച്ചോളൂ, സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിക്കോളൂ, ഭക്ഷണം കഴിക്കുകയും ചെയ്തോളൂ. വഇലൈഹിൻ നശൂർ, അല്ലാഹുവിലേക്കാണ് മടക്കമെന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അധ്വാനമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കാരണമാകുന്നത്. അധ്വാനത്തിലൂടെയാണ് നമ്മൾ സമ്പത്തുണ്ടാക്കുന്നത്. ഈ സമ്പത്ത് നമ്മൾ സമ്പാദിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് പിശകുകളൊക്കെ വന്നു പോയിട്ടുണ്ടോ? അതെല്ലാം സക്കാത്ത് നീക്കിക്കളഞ്ഞു തരും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അശുദ്ധമായാൽ ശരീരം അശുദ്ധമാകും. ശരീരം അശുദ്ധമായാൽ ആത്മാവ് അശുദ്ധമാകും. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമായ ഭക്ഷണത്തിൽ നിന്നുണ്ടായ എല്ലാ ശരീരവും മാംസവും ഫന്നാറു ഔലാബി, അതിനോട് നരകമാണ് ഏറ്റവും ബന്ധപ്പെട്ടതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമ്പാദ്യം മോശമായാൽ ശരീരം മോശമാവും. ശരീരം മോശമായാൽ ആത്മാവ് മോശമാവും. ആത്മാവ് മോശമായാൽ സ്വർഗപ്രവേശനം സാധ്യമാകൂല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പറഞ്ഞത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ.
അവരെ സ്ഫുടം ചെയ്തെടുക്കുന്ന, അല്ലാഹുവേ അവരുടെ ശരീരത്തെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുന്ന സകാത്ത് അങ്ങ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം യാ റസൂലല്ലാഹ്. പൊന്നു നബി അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്, ഇന്നമാ ഹിയ ഔസാഖുൻ നാസി, സകാത്ത് ജനങ്ങളുടെ ചളിയാണ്, ചേറാണ്. ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും സകാത്ത് ഹലാലാവൂലാന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അത് നമ്മുടെ സമ്പത്തിൽ വന്നു പോകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരാൾ വന്നു. അതാ റജുലുൻ മിൻ ബനീ തമീം, ബനൂ തമീം ഗോത്രക്കാരനാണ് അയാൾ. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നി ദു മാലിൻ കതീർ, ഹബീബായ നബി എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. വദു അഹ്ലിൻ വമാൽ, ഞാൻ ധാരാളം മക്കളുള്ള ആളാണ്, കുടുംബമുള്ള ആളാ നബിയേ. ഫഅഖ്ബിർനി കൈഫ അസ്നഉ, എനിക്ക് ധാരാളം മക്കളുണ്ട്, കുടുംബമുണ്ട്, ഞാൻ ധാരാളം സമ്പത്തും എന്റെ കയ്യിലുണ്ട്. ഹബീബായ നബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വകൈഫ ഉംഫിഖു, എന്റെ സമ്പത്ത് ഞാൻ എങ്ങനെയാ ചെലവഴിക്കേണ്ടത്? ഫഖാല, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, തുഖ്രിജു സകാത മിൻ മാലിക്, നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണം. ഫഇന്നഹാ തുഹറത്തുൻ തുതഹിറുക, സകാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ ഫഇന്നഹാ തുഹറത്തുൻ തുതഹിറുക, സകാത്ത് നിങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സകാത്ത് നമ്മെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. അല്ലാഹ് ചെയ്യുന്ന പണിന്തരകളെ അള്ളാഹു നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പ്യൂരിഫൈ ചെയ്യുകയാണ്. എന്തിനാ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നറിയുമോ? നഷ്ടപ്പെട്ടു പോയ സ്വർഗത്തിലേക്ക് നമ്മളെ തിരിച്ചു കടത്താനാ, തിരിച്ചവിടെ എത്തിക്കാനാ. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ശുദ്ധി കലശം ചെയ്യാൻ ഈ പ്രക്രിയകളെല്ലാം അള്ളാഹു സംവിധാനിച്ചത്. ഹജ്ജും അങ്ങനെ തന്നെയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹജ്ജിനെ കുറിച്ച്, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്, ഒരാൾ ഹജ്ജ് ചെയ്തു, റഫതോ ഫിസ്കോ ഇല്ലാത്ത ഹജ്ജ്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വീകാര്യതയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടൊരാൾ ഹജ്ജ് ചെയ്താൽ, ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസം ദോഷത്തിൽ നിന്ന് അയാൾ എങ്ങനെ ശുദ്ധനായിരുന്നോ അതേപോലെ അയാൾ ശുദ്ധനായി തിരിച്ചു വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിൽ വല്ലാത്തൊരു പ്രയോഗമുണ്ട്, ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെയാവുന്ന. എന്താണ് അന്നത്തെ പ്രത്യേകത? കുട്ടിയെ പോലെയാവുന്ന പറഞ്ഞ പോരെ. ഹജ്ജൊരാൾ ചെയ്താൽ കുഞ്ഞുമക്കളെ പോലെയാകുന്നല്ലേ പറയേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി അങ്ങനല്ല പറഞ്ഞത്. കയൗമി വലദതുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച ദിവസം ഒരാൾ എങ്ങനെയായിരുന്നോ അതേപോലെയായി മാറുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്താ ഈ ഉമ്മ പ്രസവിച്ച അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാത്തൊരു പ്രയോഗമാണിത്. കൊല്ല ഹജ്ജിന് പോണ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? കൈവൊക്കെ ഹജ്ജ്. അൽഹംദുലില്ലാ, അല്ലാഹു അവർക്ക് മുടക്കമില്ലാതെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കൊടുക്കട്ടെ. അല്ലാഹുവേ, ഇന്നീ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ആമീൻ പറഞ്ഞോളൂ. ഇന്നത്തെ ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അറഫയിലെ അതിഥികളായി നിൽക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഒരു തവണയെങ്കിലും നിന്റെ ഹജ്ജിന്റെ അതിഥികളായി ഞങ്ങളെ എത്തിച്ചു തരണേ അല്ലാഹ്. ഹജ്ജ് അങ്ങനെ, ഹജ്ജ് വല്ലാത്ത ഒരു പ്രക്രിയയാണ്. ഹജ്ജ് ചെയ്താൽ ഉമ്മ പറ്റ അന്നത്തെ പോലെയാകുമായി മാറുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ശരിക്കും കുഞ്ഞു മക്കളെ പോലെയാകുമെന്ന് പറഞ്ഞാ പോരെ? റസൂലുള്ളാഹി അങ്ങനല്ല പറഞ്ഞത്. എന്താ പ്രസവിച്ച അന്നത്തെ ദിവസത്തെ പ്രത്യേകത? പിറ്റേ ദിവസവും അന്നത്തെ ദിവസവും തമ്മിൽ എന്താ മാറ്റണ്ട്? പ്രസവിച്ച ഉടനെ ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാല് പോലും എവിടെയെന്നറിയില്ലായിരുന്നു, കരയാൻ മാത്രമേ അറിയുള്ളായിരുന്നു. കരയുന്ന സമയത്ത് ഉമ്മ എടുത്തിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് അമ്മിഞ്ഞപ്പാല് തന്നു. അപ്പോഴും മനസ്സിലായില്ല. മുലക്കണ്ണി വായിൽ വെച്ച് തന്നപ്പോഴും തിരിഞ്ഞില്ല. മുലക്കണ്ണിയിൽ നിന്ന് പാൽ ചുരത്തി ചുണ്ടിലൊഴുതി തന്നപ്പോഴാണ് ഇതാണ് അമ്മിഞ്ഞപ്പാലെന്ന ആദ്യത്തെ അറിവ് നമുക്ക് കിട്ടിയത്. ആദ്യത്തെ അറിവ്. നിങ്ങൾ ചിന്തിക്കണേ,
ഒന്നും അറിയാത്ത ഫ്രഷായിരുന്നു നമ്മളെന്ന് ഖുർആൻ. റസൂലുള്ളാഹി പറയാ ഉമ്മ പറ്റ മക്കളെ പോലെയായി മാറും ഹജ്ജ് ചെയ്താൽ. എന്നാലോ ഒരു ദിവസം കൊണ്ട് തന്നെ ആള് മാറിപ്പോയി. പിറ്റേ ദിവസം പ്രസവിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഉമ്മ ബാത്റൂമിൽ പോയതാണ്. അപ്പോഴായി ഇവൻ ഉണർന്ന് കരഞ്ഞപ്പോ മുലപ്പാലിന് കരഞ്ഞതാ. ഉമ്മ ബാത്റൂമില. മകന്റെ കരച്ചിൽ കേട്ടപ്പോ ധൃതിയിൽ കാര്യങ്ങളൊക്കെ തീർത്ത് 2 മിനിറ്റ് കൊണ്ട് ഉമ്മ എത്തിയിട്ടുണ്ട്. വാരി പുണർന്ന മാറത്തോട് ചേർത്ത് വെച്ച് മുലക്കണ്ണി ചുണ്ടിൽ വെച്ചു കൊടുത്തു, വായിൽ വെച്ചു കൊടുത്തു. മുല കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്താ? അപ്പോഴേക്ക് ഇവന്റെ കൽബിൽ കുശുമ്പ് കയറി. ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ എവിടെയിരുന്നു നാം ഉപരി ചോദിക്കണത്. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കൽബിന്റെ അകത്ത് കുശുമ്പ് കയറി. അതുകൊണ്ടാ പുണ്യ നബി കുഞ്ഞുങ്ങളെ പോലെയാകൂന്നല്ല പറഞ്ഞത്. പ്രസവിച്ച അന്ന് നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഹജ്ജെന്ന് ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ നമ്മളിപ്പോ ഇത് ശുദ്ധീകരണ പ്രക്രിയ പറഞ്ഞു പോവാണ്. അത് പിന്നെ എങ്ങനെ ചെയ്യേണ്ടെന്നുള്ള ഓരോ കർമ്മത്തെക്കുറിച്ചും പിന്നെ സംസാരിക്കണം. വെറുതെ മക്കത്ത് പോയിട്ട് അറഫയിൽ നിന്ന് 4 കല്ല് എറിഞ്ഞിട്ട് തിരിച്ചു മാറ്റിക്ക് വന്നിട്ട് ഹാജ് എന്ന് പേരിന്റെ കൂടെ ഉണ്ടായി എന്ന് കരുതിയിട്ട് ഈ ഹജ്ജാവൂല. ആ ഹജ്ജിൻ്റെതായ ചില സ്വഭാവങ്ങളുണ്ട്. ഈ സദസ്സത് കൊണ്ടല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ അമലും മുഴുവനും നമ്മെ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയയാണ്.